ഈ രാജ്യത്തെ വെട്ടിപ്പകുത്തവരാണ്. പങ്കുവാകി പോയിട്ടും പിന്നെയും പോകാതെ ഈ രാജ്യത്ത് കഴിഞ്ഞുകൂടുന്ന നുഴഞ്ഞുകയറ്റക്കാരാണ്. സ്നേഹമുള്ളവരെ, 7.5 പതിറ്റാണ്ട് മുൻപ് ഈ രാജ്യത്തിന്റെ വിഭജന കാലഘട്ടത്തിൽ RSS ഉപയോഗിച്ച ആ വാക്ക്, അതേ വാക്ക്, ഇൻഫിൽട്രേറ്റേഴ്സ്, നുഴഞ്ഞുകയറ്റക്കാർ. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ ഏറ്റവും അധികം മുഴഞ്ഞുകേട്ട ഒരു വാക്ക് അതേ വാക്കാണ്. അതിന്റെ ഹിന്ദി ഗുസ്പേഡിയ, നുഴഞ്ഞുകയറ്റക്കാരാണ് എന്നാണ്. ഞാനത് പറഞ്ഞു വെച്ചത് അത് BJPയുടെ അജണ്ടയാണ്. എന്നാൽ ഇന്നു മുതൽ സ്നേഹമുള്ളവരെ, കേരളത്തിൽ നടക്കുന്ന ഒരു രാഷ്ട്രീയ ചർച്ചയുണ്ട്. ആ രാഷ്ട്രീയ ചർച്ച ഇപ്പോഴെത്തി നിൽക്കുന്നത് 1947 വിഭജന കാലഘട്ടത്തിലാണ്. വിഭജന കാലഘട്ടത്തെ കുറിച്ച്, ആ കാലഘട്ടത്തിൽ പാകിസ്ഥാൻ എന്ന രാജ്യത്തിനു വേണ്ടി ഇന്ത്യയിൽ ഏറ്റവും ഉച്ചത്തിൽ ശബ്ദമുയർത്തിയത് മലപ്പുറം ജില്ലക്കാരാണ് എന്ന് പറഞ്ഞു വെക്കുന്നു. നമ്മൾ കാണേണ്ടത്, മലപ്പുറം ജില്ലയെ പാകിസ്ഥാൻ വാദത്തിന്റെ ഏറ്റവും വലിയ പ്രചരണ കേന്ദ്രമായി കേരളത്തിൽ ചിത്രീകരിക്കുന്നത് ഇവിടുത്തെ RSSകാരല്ല, തൽക്കാലത്തെങ്കിലും അതിവിടുത്തെ BJPക്കാരുമല്ല. ആ പ്രചരണം തുടങ്ങി വെക്കുന്നത് ഈ കേരളത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന CPMന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാൾ എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന സഖാവ് പാലൊളി മുഹമ്മദ് കുട്ടിയാണ്. 2 ദിവസമായി നടക്കുന്ന രാഷ്ട്രീയ ചർച്ച അതാണ്. CPMന്റെ മലപ്പുറം ജില്ലാ സമ്മേളനം നടക്കുമ്പോ ആ സമ്മേളനത്തിന്റെ സുവനീറിന് സഖാവ് പാലൊളി കൊടുത്ത ഒരു അഭിമുഖം. ഈ പാലൊളി മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം ഇപ്പോ ദൈനംദിന രാഷ്ട്രീയത്തിൽ സജീവമല്ല, CPMന്റെ പരിപാടികളിലും പങ്കെടുക്കാറില്ല. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കഴിഞ്ഞ എത്രയോ നാളുകളിലായി അദ്ദേഹം വിശ്രമ ജീവിതത്തിലാണ്. പക്ഷെ ആ മുതിർന്ന നേതാവിനെ തന്നെ തെരഞ്ഞു പിടിച്ചു കൊണ്ടുവരികയാണ്. എന്നിട്ടോ അതേ മനുഷ്യന്റെ വായ കൊണ്ട് ചരിത്രപരമായ ഒരു സാധൂകരണവുമില്ലാത്ത ഒരു പച്ചക്കള്ളം അവര് കെട്ടിയെഴുന്നള്ളിക്കുകയാണ്. എന്താണ്? മലപ്പുറം ജില്ലയിൽ നിന്ന് പാകിസ്ഥാന് വേണ്ടി KMCD സാഹിബ് അടക്കമുള്ള നേതാക്കന്മാർ ഘോരഘോരം വാദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ രാജ്യം വിഭജിക്കണമെന്ന് ഏറ്റവും ഉച്ചത്തിൽ ആവശ്യപ്പെട്ട മനുഷ്യർ മലപ്പുറത്തെ മനുഷ്യരാണ്. പാലൊളി മുഹമ്മദ് കുട്ടി എന്ന CPMന്റെ നേതാവ് അത് പറഞ്ഞ് നാക്ക് വായിലേക്കിട്ട് അരനാഴിക കഴിയുന്നതിന് മുൻപ് പിന്നിട്ട എത്രയോ വർഷങ്ങളിലായി ഈ നാട്ടിലെ മനുഷ്യരുടെ മനസ്സിൽ വെറുപ്പിന്റെ നെരിപ്പോട് കത്തിച്ച വിഷകല എന്ന ശശികല ടീച്ചർ അത് ഏറ്റെടുക്കുകയാണ്. ഞങ്ങൾ എന്നോ പറഞ്ഞതാണ്. ഇപ്പൊ കേൾക്കുന്ന ഒരു താളിതാണ്. വിജയരാഘവൻ ഒരു കാര്യം പറയാ, അവിടെ പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും വോട്ട് കൊടുത്തവർ ഭീകരവാദികളും തീവ്രവാദികളുമാണ്. CPMകാരൻ അത് പറഞ്ഞു തീരുമ്പോ പാട്ടിന് കോറസ് പാടുന്നത് പോലെ RSSകാരനുടേ പറയും, ഇപ്പോഴാണോ നിങ്ങൾക്ക് തിരിഞ്ഞത്? ഞങ്ങൾ എന്നോ പറഞ്ഞതാണ്. ഈ കോഴിക്കോട്ട്, മലപ്പുറത്ത് ശരീരത്തിൽ രോഗങ്ങൾ വർദ്ധിച്ച് മനുഷ്യർ ആരോഗ്യത്തെക്കുറിച്ച് ജാഗ്രതയുള്ളവരാകുന്ന ഈ കാലത്ത് മെക്സവൺ എന്നൊരു വ്യായാമ കൂട്ടായ്മ രൂപപ്പെട്ടു. CPMന്റെ നിങ്ങളുടെ ജില്ലയിലെ ജില്ലാ സെക്രട്ടറി, ഈ കോഴിക്കോട് ജില്ലയിലെ CPMന്റെ ജില്ലാ സെക്രട്ടറിയുടെ പ്രസംഗം എന്താണ്? മെക്സവൺ ജമാഅത്തെ ഇസ്ലാമിയാണ്, അത് പോപ്പുലർ ഫ്രണ്ടാണ്. സ്ത്രീകളെയും കുട്ടികളെയും അടക്കം പുലർകാലത്ത് അണിനിരത്തി ഇവർ ആയുധ പരിശീലനം കൊടുക്കുകയാണ്. എന്തിന്? ഇസ്ലാമിക രാജ്യമുണ്ടാക്കാൻ. 21 മിനിറ്റ് പൊതുമൈതാനത്ത് ഒരു കറിക്കത്തിയും ഒരു ബ്ലേഡും പോലും കയ്യിലില്ലാതെ മനുഷ്യർ നടത്തുന്ന ഒരു വ്യായാമ പരിശീലനം, അതിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ കാണുന്നത് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ മണ്ണൊരുക്കലാണ് CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പറയുമ്പോഴോ തൊട്ടു പിന്നാലെ RSS എത്തി. സഖാവേ, ഞങ്ങൾ ഇതെന്നോ പറഞ്ഞതാണ്. പാകിസ്ഥാന് വേണ്ടി ആദ്യം വാദിച്ചത് മലപ്പുറം എന്ന് പാലൊളി മുഹമ്മദ് കുട്ടി പറഞ്ഞു വെക്കുമ്പോ ഇഷകല ടീച്ചർ ചാടി വീഴാണ്. സഖാവേ, ഞങ്ങളെന്നോ പറഞ്ഞു വെച്ചതാണ്. സ്വർണം കടത്തി ഹവാലാപ്പണം ഉണ്ടാക്കി തീവ്രവാദത്തിന്റെ കേന്ദ്രമായി മലപ്പുറം മാറി. കേരളത്തിലെ CPMന്റെ നേതാവ് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പറഞ്ഞു വെക്കുമ്പോ RSSകാരൻ ചാടി വീഴാണ്. സഖാവേ, ഇത് ഞങ്ങളെന്നോ പറഞ്ഞതാണ്. എന്റെ പ്രശ്നം ഇതാണ്, ഇത് മാത്രമാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വണ്ണം അവരുടെ അജണ്ടകൾ ഒന്നായി മാറുന്നു, അവരുടെ ശബ്ദമൊന്നായി മാറുന്നു. ഞാൻ ആദ്യം എണ്ണി പറഞ്ഞ 5 സംഭവങ്ങളിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഉത്തരേന്ത്യയിലെ ഒരു സമുദായത്തിന്റെ ആരാധന മുതൽ, അവരുടെ ഭക്ഷണം മുതൽ, അവരുടെ വിശ്വാസത്തിന്റെ ഓരോ അടയാളങ്ങളെയും തേടിപ്പിടിച്ച് വേട്ടയാടി അവരെ ഭീകരവാദികളും തീവ്രവാദികളുമാക്കുന്ന ഏർപ്പാട്
ഈ കേരളത്തിൽ അതിനേക്കാൾ വിജയകരമായി ഇവിടുത്തെ CPM ഏറ്റെടുക്കുന്നത്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റെടുക്കുന്നത് നമ്മൾ കാണണം. അവിടെയാണ് പ്രിയങ്ക ഗാന്ധി വോട്ട് കൊടുത്ത 6.5 ലക്ഷം മനുഷ്യർ, അവരുടെ മുന്നിലും പിറകിലും മുകളിലും താഴെയും തീവ്രവാദികളാണ് എന്ന് CPM-ന് പറയാൻ കഴിയുന്നത്. നമ്മളിൽ പലരും വിചാരിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലെങ്കിലും ഇവർക്ക് ഇങ്ങനെയൊക്കെ മാറാൻ പറ്റൂ ഈ CPM-ന്? അവര് മതേതരത്വത്തിന്റെ ആളുകളല്ല. ഞാൻ നിങ്ങളോട് പറയാണ്, അവര് മാറി തുടങ്ങിയിട്ടേ ഉള്ളൂ. അവർ മാറി തുടങ്ങിയിട്ടേ ഉള്ളൂ. സ്നേഹമുള്ളവരെ, ഈ മാറ്റം ഇതൊരു തുടക്കമാണ്. ഇത് മുന്നോട്ട് പോയാൽ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് RSS-നെ പോലും നാണിപ്പിക്കുന്ന രൂപത്തിൽ ഈ കേരളത്തിൽ മുസ്ലിം വിരുദ്ധതയുടെ രാഷ്ട്രീയം പയറ്റാൻ ഒരു മടിയില്ലാത്തവരാണ് അവർ. അവരത് പയറ്റിയവരാണ്. നമുക്ക് ഓർമ്മയില്ലേ ശരീഅത്ത് വിവാദ കാലം? ഇന്നലെ ഞാൻ ദാറുൽ ഹുദയിൽ പോകുമ്പോൾ അവിടുത്തെ പ്രസംഗ മത്സരത്തിൽ ജഡ്ജിയായിട്ടിരുന്നു. അവിടെ ഒരാളുണ്ടായിരുന്നു, നമ്മുടെ നാസർക്ക, താടിയൊക്കെ ഉള്ള മീഡിയ വണ്ണിലെ നേരത്തെ ഇന്ത്യ വിഷയിലുണ്ടായിരുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. അദ്ദേഹം പറഞ്ഞൊരു അനുഭവം, ഈ ശരീഅത്ത് വിവാദ കാലത്ത് ലീഗ് പിളർന്നു നിൽക്കുന്ന കാലമാണ്. അന്നത്തെ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് LDF-നോടൊപ്പമായിരുന്നു. ശരീഅത്ത് വിവാദം വന്ന് 1985 ശേഷം ശരീഅത്തിനെതിരെ CPM ക്യാമ്പയിൻ ആരംഭിക്കുന്ന കാലഘട്ടം. മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതചര്യ ഇസ്ലാമിക ശരീഅത്തിന് 14 നൂറ്റാണ്ട് മുൻപുള്ള ഗോത്ര നിയമം എന്ന് EMS അധിക്ഷേപിക്കുന്ന ആ കാലത്ത് കോഴിക്കോട്ട് മുതലക്കുളം മൈതാനിയിൽ ഒരു യോഗത്തിൽ EMS പ്രസംഗിക്കാണ്. എന്താ പ്രസംഗിച്ചെന്നറിയോ? ഈ 14 നൂറ്റാണ്ട് മുൻപുള്ള നിയമം ഇത് ശരീഅത്താണ് എന്ന് പറഞ്ഞാൽ അതിനെ സംരക്ഷിക്കാമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലല്ല അഖിലേന്ത്യാ മുസ്ലിം ലീഗിനെ ഞങ്ങൾ കൂടെ ഇരുത്തിയിട്ടുള്ളത്. ആ ശരീഅത്തിന് വേണ്ടി വാദിക്കാനാണ് ഭാവമെങ്കിൽ നിങ്ങൾക്ക് ഇടതുപക്ഷ മുന്നണി വിട്ടു പോകാമെന്നാണ് നാസർക്ക് എന്നോട് പറഞ്ഞത്. ഞാനത് എവിടെയും വായിച്ചിട്ടില്ല, പരിശോധിച്ച് ഉറപ്പ് വരുത്തണം. റഷീദ്ക്ക ആ യോഗത്തിലെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ്. ആ അപമാനം സഹിക്കവയ്യാതെ ഈ കേരളത്തിന്റെ മണ്ണിൽ എത്രയോ വർഷം CPM-ന്റെ കൂടെ നിന്ന അന്നത്തെ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്ക് ആ സമ്മേളന നഗരിയിൽ നിന്ന് തലകുമ്പിട്ട് താഴെ ഇറങ്ങി ലീഗ് ഓഫീസിൽ പോയി മുസ്ലിം ലീഗുമായി ലയനം പ്രഖ്യാപിക്കേണ്ടി വന്നു എന്നാണ്. കൃത്യം 40 വർഷം മുൻപുള്ള ചരിത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അവരുടെ UCC സെമിനാർ നടന്നത് ഈ കോഴിക്കോട്ടാണ്. അവരുടെ ഫലസ്തീൻ സെമിനാർ നടന്നത് ഈ കോഴിക്കോട്ടാണ്. ആ സെമിനാർ വേദിയുടെ ഒരു മൂലക്ക് ഒരു കസേര ഒഴിച്ചിട്ടിട്ട് ഈ കസേര ലീഗിനാണ്, ഈ കസേരയിൽ ലീഗ് വന്നിരുന്നോളണം, CPM-ന്റെ പരിപാടിക്ക് കൂടിക്കോളണം. ഇല്ലെങ്കിൽ ലീഗ് ഇസ്രായേലിന്റെ കൂടെ, ഇല്ലെങ്കിൽ UCC-യിൽ ലീഗ് BJP-യുടെ കൂടെ. ലീഗിന് നിലപാടുണ്ടോ? അത് ലീഗിന്റെ വേദി പറഞ്ഞിട്ട് കാര്യമില്ല, അത് പാണക്കാട്ടെ തങ്ങളുടെ വേദിയിലും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെയോ ഞങ്ങളുടെ വേദിയുടെ മൂലക്ക് വന്നിരുന്ന് ഊഴം കാത്തിരുന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊള്ളണമെന്ന തീട്ടൂരം കണക്ക് ലീഗിന് സെമിനാർ ഇട്ട് ഇവർ കാത്തിരുന്നത്, 1 വർഷം മുൻപ് കസേരയിട്ട് കാത്തിരുന്നത്. അന്ന് നമ്മൾ പോയില്ല, നമുക്കറിയാമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം പ്രീണനത്തിന്റെ ഈ കാട് വച്ചുള്ള കളി നഷ്ടമാണെന്ന് കണ്ടാൽ ഒരു മടിയും ഒരു ഉളുപ്പുമില്ലാതെ ആ കാട് 8 മടക്കി കീസയിൽ വെച്ചിട്ട് RSS-കാരന്റെ ഭൂരിപക്ഷ പ്രീണനത്തിന്റെ കാവിക്കാർഡ് ഇവര് വാങ്ങിക്കളിക്കുമെന്ന് ആ കാട് കടം കൊണ്ടിട്ടാണ് സ്നേഹമുള്ളവരെ ഒരു പ്രദേശത്തെ ചൂണ്ടിക്കാണിച്ച്, ഒരു പ്രദേശത്തെ മനുഷ്യരെ ചൂണ്ടിക്കാണിച്ച്, അവരുടെ ഐഡന്റിറ്റിയെ ചൂണ്ടിക്കാണിച്ച് RSS-കാരെ പോലും നാണിപ്പിക്കുന്ന രൂപത്തിൽ ഇവർ തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ രാഷ്ട്രീയം പയറ്റുന്നത് എന്ന് വെച്ചാൽ സ്നേഹമുള്ളവരെ ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ കാലം ഇസ്ലാമോഫോബിയയുടെ രാഷ്ട്രീയ പരീക്ഷണങ്ങളുടെ കാലമാണ്. എല്ലാ കാലത്തും ഒരു സമുദായത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ ചെയ്യുന്ന നെറികെട്ട രാഷ്ട്രീയത്തിന്റെ കാലാണ്. ഇവിടെ നമ്മൾ എന്തു ചെയ്യും എന്നതാണ് ചോദ്യം. ആ ചോദ്യം സ്നേഹമുള്ളവരെ നമ്മുടെ മുൻപിൽ ആദ്യം മുഴങ്ങുന്ന ചോദ്യമല്ല. 48 മാർച്ച് 10 എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച ആ വിഭജനാനന്തര വർഗീയ കലാപങ്ങളുടെ കാലമാണ്. ആ 948-ൽ ലീഗിന്റെ ദേശക്കൂറിനെ ചോദ്യം ചെയ്യുന്ന പാലൊളി മുഹമ്മദ് കുട്ടി ഹൈദരാബാദ് നെയ്സാമിന്റെ സൈന്യത്തിൽ ജോലി ചെയ്യുക. ഇന്ത്യൻ സൈന്യത്തിലല്ല കേട്ടോ, ഹൈദരാബാദ് നെയ്സാമിന്റെ സൈന്യത്തില്. ഹൈദരാബാദ് നെയ്സാമിന് എന്താ സ്വന്തം സൈന്യം? ആ സൈന്യത്തിന്റെ പേര് റസാക്കർമാർ എന്നായിരുന്നു. പാലൊളി മുഹമ്മദ് കുട്ടി ആ സൈന്യത്തിൽ അംഗമായിരുന്ന ഒരു റസാക്കറായിരുന്നു. ഹൈദരാബാദ് നെയ്സാമിന്റെ പട്ടാളം യുദ്ധം ചെയ്തത് ആർക്കെതിരെ? ഈ രാജ്യത്തിന്റെ പട്ടാളത്തിനെതിരെ. എന്തിനു വേണ്ടി? നെയ്സാം ഇന്ത്യയിൽ ചേരാൻ ഒരുക്കമായിരുന്നില്ല.
നെയ്സാമിന് സ്വതന്ത്ര രാജ്യം വേണമായിരുന്നു. ആ സ്വതന്ത്ര രാജ്യത്തിനു വേണ്ടി 948 പാലൊളി മുഹമ്മദ് കുട്ടി സായുധ ശമ്പളം വാങ്ങി പട്ടാളത്തിൽ ജോലി ചെയ്യുമ്പോ അതേ ഹൈദരാബാദ് ആക്ഷന്റെ കാലത്ത് കൊടപ്പനക്കിലെ തറവാട് വീടിന്റെ മുറ്റത്ത് പോലീസ് വന്ന് നിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ട പൂക്കോയെ തങ്ങൾ അറസ്റ്റ് ചെയ്യാൻ. തങ്ങളെ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വിഷമമുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ലീഗ് ഒന്ന് പിരിച്ചു വിട്ടാളി, എന്നിട്ട് ഇവിടെ ഇരുന്നോളൂ. തങ്ങൾ കൊടുത്ത മറുപടി ചരിത്രത്തിലുണ്ട്. ആ മറുപടി ഇങ്ങനെയാണ്: ലീഗിനെ ഞാൻ പിരിച്ചുവിടാൻ, ലീഗ് ഞാൻ ഉണ്ടാക്കിയതല്ല, ലീഗ് ഒരു സാഹചര്യത്തിന്റെ തേട്ടമാണ്, ലീഗ് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. 4 കോടി മനുഷ്യർ ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ, വർഗീയ കലാപങ്ങളിൽ കത്തിപ്പടരുന്ന ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ നിസ്വരായി, പ്രതീക്ഷയില്ലാത്തവരായി, വിദ്യാഭ്യാസമില്ലാത്ത ആരികവൽക്കരിക്കപ്പെട്ട പാവം മനുഷ്യർ നിൽപ്പുണ്ട് ഇരുട്ടത്ത്. അവരുടെ കണ്ണിലെ വെളിച്ചമാണ് ഈ ചന്ദ്രക്കലയിലും ഇതിലെ നിലാവും. അവർക്ക് വഴികാട്ടാണ് ഈ പതാക. ഈ രാജ്യത്തിന്റെ ആകാശത്തു തന്നെ ഉണ്ടാവും. ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വതന്ത്ര ഭാരതത്തിൽ ഞങ്ങളുടെ തലമുറകൾ അഭിമാനത്തോടെ ജീവിക്കുമെന്ന പൂക്കോയ തങ്ങളുടെ മറുപടി എന്ന് വെച്ചാൽ, നെയ്സാമിന്റെ പട്ടാളത്തിൽ കൂലി വാങ്ങി രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്ത പാലൊളി മുഹമ്മദ് കുട്ടിയുടെ ദേശക്കൂറിന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമില്ല. ആ കലാപകാലത്ത് ഭയങ്കരമായ വെല്ലുവിളികളുടെ ആ കാലത്ത് തുടങ്ങിയവരാണ് നമ്മൾ. പ്രതീക്ഷകളുടെ ഉത്തരവാദിത്വപൂർണമായ ആ രാഷ്ട്രീയ യാത്ര 7.5 പതിറ്റാണ്ട് പിന്നിട്ട് പിന്നെയും മുന്നോട്ട് പോവുകയാണ്. ഇത്രയും കാലം ഈ പ്രസ്ഥാനം ജീവിച്ചത്, സ്നേഹമുള്ളവരെ, ഒരു നേതാവിന്റെയും പ്രതാപത്തിന്റെ ബലത്തിലല്ല. ഒന്നും പ്രതീക്ഷിക്കാതെ താഴെത്തട്ടിൽ ഈ പ്രസ്ഥാനത്തിന്റെ പതാക നെഞ്ചിൽ ഉയർത്തിക്കെട്ടിയ ഈ വലകെട്ടിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരെ പോലെ ആയിരക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിലാണ് ഈ പ്രസ്ഥാനം ജീവിച്ചത്. അവരാണ് ഈ പതാകയെ താലാട്ടി വളർത്തിയത്. അവരാണ് ഇന്ന് കാണുന്ന പ്രതാപത്തിലേക്ക് ഈ പ്രസ്ഥാനത്തെ എത്തിച്ചത്. ഈ വലിയ ദൗത്യത്തിന്റെ ഭാഗമായി നിങ്ങൾ നടത്തുന്ന ഈ പരിശ്രമങ്ങൾ